അവന്റെ അവസ്ഥ. നിന്റെ അടുത്തിരിക്കുന്നവരെ നീ ദാവീദിന്റെ പുത്രനായ യേശുവെ എന്നിൽ കനിയണമെന്ന് വിളിച്ചു പറയുമ്പോൾ അടുത്തിരിക്കുന്നവരെ ഇവളത്തായി കാണിക്കുന്നത്. പക്ഷെ നിന്റെ അവസ്ഥ നിനക്കേ അറിയത്തുള്ളൂ, നിന്റെ കണ്ണുനീര് നിനക്കേ അറിയത്തുള്ളൂ. നീ എന്നോട് പരിശുദ്ധമായി വ്യക്തമായി പറഞ്ഞു, ഇന്നലെ രാത്രി ഉറങ്ങാത്ത കരഞ്ഞവരെ ഇതിന്റെ അകത്തിരിപ്പുണ്ട്. അതെന്നെ തുറന്ന് വിളിച്ചു പറ, ദാവീദിന്റെ പുത്രനായ യേശുവെ എന്നിൽ കനിയണമെന്ന്. അതെന്നെ തുറന്ന് വിളിച്ചു പറ. പരിശുദ്ധാത്മാവിനെ ഓർമ്മിക്കുന്നത് ഇങ്ങനെയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് മാത്രമെന്താ കർത്താവേ ഈ പോരാട്ടം, എനിക്ക് മാത്രമെന്താ കർത്താവേ ഇത്രയും സഹനം, എനിക്ക് മാത്രമെന്താ കർത്താവേ ഇതുപോലത്തെ കഷ്ടപ്പാട്, എനിക്ക് മാത്രമെന്താണ് ദൈവമേ ഈ പ്രവൃത്തി. നിങ്ങൾ വിളിച്ചു ദാവീദിന്റെ പുത്രനായ പ്രിയപ്പെട്ടവരെ, ജോസഫ് ഇത് അറിയുന്നില്ല. നേരെ ചേട്ടന്മാരുടെ കയ്യിലേക്ക് ചെല്ലുകയാണ്. ചെന്നപ്പോ തന്നെ ചേട്ടന്മാരെ അവനെ അടിച്ചെടുത്ത് പൊട്ടക്കണച്ചു കൊണ്ടിട്ടു. അവനെ അടിച്ച് പൊട്ടക്കിടത്തിക്കൊണ്ട് അവിടെ പൊട്ടക്കിടത്തി കിടന്നുകൊണ്ട് ജോസഫ് അവന്റെ ചേട്ടന്മാരെ ദോഷിച്ചില്ല, ചേട്ടന്മാർക്കെതിരെ പെരുനിർത്തില്ല, ചേട്ടന്മാരെ ശപിച്ചില്ല. കുറച്ചു നേരം കഴിഞ്ഞ് ജോസഫിന്റെ ചേട്ടന്മാർ തന്നെ അവനെ പോക്കിയെടുത്തു. ഇസ്മയിലിയർ നേരത്തെ പറഞ്ഞ ഇസ്മയിലിയർ വിറ്റു. അവർ കൊണ്ടുപോയി അടിമച്ചന്തയിൽ അടിമച്ചർക്കനാണ്ട് വിറ്റു ജോസഫിനെ. இந்த பரிசுத்த தேவாலயத்திற்கு திருச்சிலுவைநாதருடைய ஆலயத்திற்கு ஆண்டவர் உன்னை கொண்டு வந்திருக்கிறார். உன்னுடைய கரத்தில் பூரணமாய் ஒப்புக்கொடு. அத்வானிக்கிறவர், பார வகிக்கிறவர், வாய்கிறவர் எடுத்து வருகிறேன். சுமை சுமந்து சோர்ந்து போயிருக்கிற மக்களே எல்லோரும் என்னிடம் வாருங்கள். சுமைகளோடு வந்திருக்கிறேன் அன்பு மகனே மகளே, ஆண்டவருக்கு பூரணமாய் ஒப்புக்கொடு. ஆண்டவரே, என்னை தொடும், என்னை ஆசீர்வதியும். ஒரு அற்புதத்தை இந்த நாளில் என் வாழ்க்கையில காணப்படும் ஆண்டவரே, ஒரு அற்புதத்தை என்னுடைய வாழ்க்கையில காணப்படும் தெய்வமே. கர்த்தாவே, என்னை தொடும், என்னை ஆசீர்வதியும் என்று இந்த நேரத்தில் உங்களுடைய திருமண தடைகளை மாற்றுவதல்ல, அவர்களுடைய வாழ்க்கையை வாழ வைக்கக்கூடிய தெய்வம் அவர். கர்ப்பத்தின் கனிகளை ஆசீர்வதிக்கக்கூடிய தெய்வம் அவர். மரித்த போன லாசரை உயிரோடு கூட எழுப்பின தெய்வம் நம்முடைய தெய்வம். இன்றைக்கும் ஜீவிக்கிற தெய்வம். இன்றைக்கு உன்னை தேடி வருகிற ஆண்டவர், உன்னை வாழ வைக்கக்கூடிய ஆண்டவர், உன்னை ஆசீர்வதிக்க போகிற தெய்வம் அவர். அந்த தெய்வத்தினிடத்தில், அந்த ஆண்டவரிடத்தில் நாம் ஒப்பு கொடுப்போம், மனத்தால் படியிடுவோம். Hallelujah, hallelujah, hallelujah.
യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. Praise the Lord. Praise the Lord. ഇരുകരങ്ങളെ ഉയർത്തി ദൈവാദി ദേവനെ സുഖമളിക്കും കർത്താവേ, ഞങ്ങളുടെ വേദനകളെ മാറ്റുகிறவர்